നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പോളിംഗും വിശകലനങ്ങളും വിലയിരുത്തലുകളും നാട്ടിൽ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ അതിനേക്കാളൊക്കെ ശ്രദ്ധ പതിയുന്നത് ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ദൗത്യസംഘം ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു കൗതുകമുണ്ട്. മറ്റെല്ലാം മാറ്റിവെച്ച് തലക്കെട്ടുകൾ നോക്കി ആർട്ടിമിസിൻ്റെ വിജയകരമായ യാത്രയുടെ അവിശേഷങ്ങളിലേക്ക് പെട്ടെന്ന് വരാം. തലക്കെട്ടുകളിലേക്ക്. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണത്തുടർച്ച ഉറപ്പിച്ച് ഇടതുമുന്നണി. സാഹചര്യങ്ങൾ വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. വീണ്ടും ഒരു മത്സരത്തിന് ഇല്ലെന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ. ഇറാൻ US സമാധാന ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JB വാൻസ് ഇസ്ലാമാബാദിലേക്ക്. ചർച്ചകൾ ട്രംപിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ ചൂടുപിടിച്ചെന്ന് വാൻസ്. കൂടിക്കാഴ്ച വാൻസും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും തമ്മിൽ. വെടിനിർത്തലിനായി ഇസ്രായേൽ ലെബനോൺ ചർച്ച ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ. ഹിസ്ബുള്ള ഭീകരരുമായുള്ള വെടിനിർത്തൽ ചർച്ചയുടെ അജണ്ടയിലില്ലെന്ന് ഇസ്രായേൽ. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ സംസ്കാരം ഇന്ന് രാവിലെ 9 മണിയോടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ എത്തിക്കും. മരണകാരണം തലയുടെ വലതുഭാഗത്ത് ഏറ്റ ഗുരുതര പരിക്കെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് വിജയം. ബംഗളൂരുവിന് കരുത്തായത് വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ്. ധ്രുവ് ജുറേസിനും അർദ്ധ സെഞ്ചുറി. ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ദൗത്യസംഘം മടങ്ങിയെത്തിയിരിക്കുന്നു. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്ത സമുദ്രത്തിൽ ഓറിയോൺ പേടകം പതിച്ച് വിജയകരമായി സ്മാഷ് ഡൗൺ പൂർത്തിയാക്കി. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. Who will be last out of the vehicle reported that all the crew members were feeling very well. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മായ ചേരുകയാണ്. മായ, 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ പോയി ഒരു ദൗത്യസംഘം തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് വളരെ കൗതുകകരമായ വിവരങ്ങളാണ്, കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മായ, തീർച്ചയായും ചരിത്രം കുറിച്ചുകൊണ്ട് ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സൂചിപ്പിച്ചതുപോലെ 84 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ മറുപുറം കണ്ട് മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ടാണ് ഈ 4 സംഘം തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരെ ആ പേടകത്തിൽ നിന്ന് നാസ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ 5:03 തന്നെ സർവീസ് മൊഡ്യൂളിൽ നിന്ന് ഇത് പേടകം വേർപെട്ടു. കൃത്യമായി 5:37 തന്നെ പേടകം ഈ പസഫിക് സമുദ്രത്തിൽ പതിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ നാവികരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റാനുള്ള ഒരു ദൗത്യമാണ്. അതിൽ ഈ പേടകം സമുദ്രത്തിൽ പതിച്ച ഉടനെ തന്നെ അതിനു വേണ്ട നടപടിക്രമങ്ങളൊക്കെയായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതിൽ കുറച്ച് കാലതാമസങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. ഈ ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ് ഡിപ്ലോയ് ചെയ്യുന്നതിലാണ് കുറച്ച് താമസം നേരിട്ടത്. അത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അത് ഡിപ്ലോയ് ചെയ്ത് ആ നാവികരെ പുറത്ത് എത്തിച്ച് യാത്രികരെ പുറത്തെത്തിച്ച് അവിടെ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റും. ആ പേടകത്തിൽ നിന്ന് 4 യാത്രികരും പുറത്തെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയായിട്ട് അതിലേക്ക് പുറത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം അവരെ US മാതാ കപ്പലിലേക്ക് മാറ്റും. അവിടെ അത്യാധുനികമായി സജ്ജീകരിച്ചിരിക്കുന്ന ലാബുകളൊക്കെയുണ്ട്. അവിടെ നിന്ന് ഇവരുടെ വൈദ്യപരിശോധനയൊക്കെ നടത്തും. നേരത്തെ തന്നെ ഈ പേടകത്തിലേക്ക് കയറി US നാവികസേനയുടെ ഒരു സംഘം അവരുടെ വൈദ്യപരിശോധനയൊക്കെ നടത്തിയിരുന്നു. കാരണം അവർ ബഹിരാകാശത്ത് ഇരുന്നതാണ്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് മറ്റ് അപകടങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അവരെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷമാണ് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റുക. വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് നാസയിലേക്കൊക്കെ അവരെ കൊണ്ടുപോവുക. ഇതിൽ 4 പേരാണ് ദൗത്യത്തിൽ പ്രധാനമായുള്ളത്. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൺ കനേഡിയൻ നാവികനാണ്. ഇത്തരത്തിൽ വളരെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. നാസയിൽ നിന്നുള്ള അവരുടെ ആ സന്തോഷ പ്രകടനമൊക്കെ നമുക്ക് കാണാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായി ഏകദേശം 2 മണിക്കൂറിനകം അവരെ മാറ്റുമെന്നാണ് നാസ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അവരുടെ സുരക്ഷയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ സമയമെടുത്ത് തന്നെ ഓരോരോ പ്രോസസ്സും കൃത്യമായി ചെയ്തുകൊണ്ടാണ് അവരെ ആ പേടകത്തിൽ നിന്ന് അവരെ പുറത്ത് ഇറക്കി അതിനുശേഷം അവരെ ഇനിയിപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റാൻ പോകുന്നത്. നേരത്തെ ഒരു ചെറിയൊരു ഈ പേടകം താഴെ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ആശയവിനിമയത്തിൽ ചെറിയൊരു സാങ്കേതിക പിഴവ്, അതൊരു 15 മിനിറ്റോളം ആ ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ശരിയാക്കിയതിന് ശേഷം പിന്നെ ഈ പേടകത്തെ സ്റ്റേബിൾ ആക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറേ നേരമായി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ US നാവികസേന കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് US നാവികസേന ഇത്തരത്തിലൊരു സ്പേസ് ദൗത്യത്തിൽ പങ്കാളിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ റിക്കവറി ടീമൊക്കെയാണ് അവിടെ എത്തി അവരെ ഓരോരുത്തരെയും ആ പുറത്ത് എത്തിക്കുന്നത്. ഈ പുറത്തെത്തിക്കാനുള്ള ആ ഡൈവർമാർ അവർക്കും കൃത്യമായ പരിശീലനം ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായി അവരും ഈ പരിശീലനത്തിലായിരുന്നു. അവരുടെ ആ പരിശീലനത്തിൻ്റെ ഒരു അന്ത്യവും അവരുടെ ഒരു ശുഭപര്യവസാനവും ഇന്നാണ് ഉണ്ടായത് എന്ന് കൂടി നമുക്ക് പറയാം. അത്രയും ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ സംഘാംഗങ്ങളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പേടകം വലിച്ചു കെട്ടി കപ്പലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ ആ രീതിയിലല്ല ചെയ്യുന്നത്. പേടകത്തിന്റെ ഹാച്ച് തുറന്ന് ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ച് ഹെലികോപ്റ്റർ വഴിയാണ് USS ജോൺ പി മാർത്ത കപ്പൽ അതിലേക്ക് മാറ്റുന്നത്. നമുക്കറിയാം ഭൂമിയിൽ നിന്ന് ഏകദേശം 4,171 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിച്ച് നേരത്തെ അപ്പോളോ ഒരു റെക്കോർഡ് ഇട്ടിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ ഈ 4 അംഗ ദൗത്യ സംഘം തകർത്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 4,6,771 കിലോമീറ്റർ അകലെ വരെ ഈ പേടകം എത്തിയെന്നാണ്. ഇനിയിപ്പോൾ ഇതാണ് ഈ ഒരു ദൂരമാണ് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ഒരു പരമാവധി ദൂരം എന്ന് പറയുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചന്ദ്രോപരിതലത്തിലുള്ള ഗർത്തങ്ങളും ലാവകളും ഉൾപ്പെടെയുള്ളവ ഇവർ അവരുടെ ക്യാമറയിൽ അത്യാധുനികമായി സജ്ജീകരിച്ച ആ ക്യാമറയിൽ ഉൾപ്പെടെ പകർത്തിയതിന് ശേഷമാണ് ഇവരുടെ ആ ഒരു തിരിച്ചു വരവ് എന്നുള്ളത്. ഭൂമിയിൽ നിന്നുള്ള ഉദയാസ്തമയങ്ങളും ഒപ്പം ഒരു സൂര്യഗ്രഹണവും ഉൾപ്പെടെ ഇവർ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ വരാനിരിക്കുന്ന ദൗത്യങ്ങൾക്ക്, ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വലിയ പ്രചോദനവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ് ഇപ്പോൾ ഈ ആർട്ടിമിസ് 2-ന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ. അമേരിക്കയുടെ കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ചൈന ഈ ഒരു ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അയക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തത് വിജയകരമായി പൂർത്തിയാക്കി. അമേരിക്കയുടെ കൂടി ഒരു ചരിത്ര നിമിഷം തന്നെയാണ്, അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയാം. ഇനിയിപ്പോൾ ആർട്ടിമിസ് 3, ആർട്ടിമിസ് 4 എന്നീ ദൗത്യങ്ങൾക്ക് വലിയൊരു പ്രചോദനവും സപ്പോർട്ട് കൂടി നൽകുന്നതാണ്. കാരണം ഇവർ ആ ചന്ദ്രോപരിതലത്തിൽ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ. അതിന് വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള അവർ അവിടെ കണ്ടെത്തിയതുമായുള്ള ചിത്രങ്ങളും ഒപ്പം സ്റ്റഡികളും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിലും ഒക്കെ പുറത്തു വരും. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും അവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ആ ഒരു ദൗത്യമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ മറുപുറം കണ്ട്
നിരീക്ഷണം നടത്തി ദൗത്യസംഘം തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഓറിയോൺ പേടകം 5:03 സർവീസ് മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട് 5:37 കൃത്യമായി ഇറക്കാൻ ആയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മായ. ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആർട്ടിമിസ് 2. 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ദൗത്യസംഘം മടങ്ങിയെത്തിയിരിക്കുന്നു. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിൽ ഓറിയോൺ പേടകം പതിച്ച് വിജയകരമായി സ്മാഷ് ഡൗൺ പൂർത്തിയാക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിച്ച മനുഷ്യരാണ് ഈ ദൗത്യത്തിലെ 4 പേർ. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കി 2 മണിക്കൂറിനകം മാറ്റുകയും ചെയ്യുന്നു നാസ. പക്ഷേ അതിനുശേഷം പേടകത്തിൽ ആശയവിനിമയത്തിൽ ചെറിയ സാങ്കേതിക പിഴവ് സംഭവിച്ചു. പിന്നീട് അത് ശരിയാക്കുകയായിരുന്നു. ആ വിവരങ്ങളാണ് മായ നൽകിക്കൊണ്ടിരുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഭരണത്തുടർച്ച ഉറപ്പിച്ച് ഇടതുമുന്നണി കാത്തിരിക്കുമ്പോൾ CPM CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയാണ്. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണത്തിൽ വരുമെന്ന കണക്കുകൂട്ടലിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, സംസ്ഥാനത്ത് ഭരണ തുടർച്ചയാണോ ഉണ്ടാവുക അതോ ഭരണമാറ്റമാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പല വിലയിരുത്തലുകളും നടക്കുന്നു, വിശകലനങ്ങളും നടക്കുന്നു. അതിനോടൊപ്പം CPMൻ്റെയും CPIയുടെയും നേതൃയോഗങ്ങൾക്കും തുടക്കമാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തുള്ള ഈ നേതൃയോഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടല്ലോ. എന്താണ് കൂട്ടിച്ചേർക്കാൻ? തീർച്ചയായും ഇന്ന് അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞ് 2 ദിവസം പിന്നിടുമ്പോഴാണ് CPMന്റെ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃയോഗങ്ങൾ തുടക്കമാകുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നു. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. CPIയുടെ സംസ്ഥാന നേതൃയോഗമായാലും CPMന്റേതായാലും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണികൾ ഭരണ തുടർച്ച, അതായത് ഭൂരിപക്ഷം കുറഞ്ഞു പോയാലും ഭരണ തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ആവർത്തിക്കുകയാണ് മുന്നണി നേതാക്കളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന എക്സിക്യൂട്ടീവും CPIയുടെ ചേരുന്നു. ആ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രധാനമായും ഭരണ തുടർച്ച ഉണ്ടാകുന്നു. കാരണം ഇതിലെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനമാണ്. വലിയ രീതിയിലുള്ള മികച്ച റെക്കോർഡിംഗ് പോളിംഗ് ഉണ്ടാകുന്നു. സ്ത്രീകളുടെ പ്രാതിനിധ്യവും സ്ത്രീ വോട്ടർമാരുടെ റെക്കോർഡ് പ്രാതിനിധ്യമൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയും 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഉൾക്കൊണ്ടു. അതിൻ്റെ സ്വാധീനം വോട്ടർമാരിൽ ചെലുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിന്റെ വർധനവെന്ന് കണക്കുകൾ കൂട്ടുകയാണ് ഇടതുമുന്നണി നേതൃത്വം. അതേസമയം നേരത്തെ ഇടതുമുന്നണി നേതൃത്വത്തിന് ഒരു 100 സീറ്റ് എന്ന രീതിയിലൊക്കെ അവർ ഈ പ്രചാരണ സമയത്തൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞ് 2 ദിവസമൊക്കെ പിന്നിടുമ്പോൾ, അതായത് പോളിംഗ് കഴിഞ്ഞൊരു പിറ്റേ ദിവസം തന്നെ അവർ ഒരു ഭൂരിപക്ഷം, വലിയ രീതിയിലൊരു ഭൂരിപക്ഷം, അതായത് ഒരു 100 സീറ്റിലധികം കടന്നില്ലെങ്കിൽ പോലും ചെറിയ മാർജിനിലാണെങ്കിൽ പോലും ഇടതുപക്ഷം തന്നെയാകും അധികാരത്തിൽ വരിക, 3ാം തവണയും പിണറായി സർക്കാർ തന്നെ വരിക എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതുമുന്നണി. ഒരുപക്ഷെ ഒരു 75 സീറ്റെങ്കിലും നേടി ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് അവർ ഈ തെക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും മലബാർ മേഖലകളിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആ വോട്ടിംഗ് ശതമാന കണക്കും പോളിംഗ് ശതമാന കണക്കുമൊക്കെ നോക്കി അവർ വിലയിരുത്തുന്നതും ആ രീതിയിൽ തന്നെയാണ്. കാരണം അത്രയേറെ സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA-മാരിലൊന്നും തന്നെ ഒരു എതിർവികാരം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധത ഒരു രീതിയിൽ പോലും ഉണ്ടായിട്ടില്ല. അതൊക്കെ തന്നെയും മറുഭാഗത്ത് പ്രതിപക്ഷം രാഷ്ട്രീയ എതിരാളികളായ 2 മുന്നണികളും വെറുതെ പരത്തുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധത ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. CPI ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിൽ ഇന്ന് ചേരുന്ന പ്രധാനമായും ഈ പോളിംഗ് കണക്കുകളും ഒപ്പം തന്നെ CPI നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു ജയസാധ്യത എത്രത്തോളമാണ് എന്നാണ്. 27 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ സുഖമായി തന്നെ ഒരു MLA-മാർ മന്ത്രിമാർ ഉൾപ്പെടെ തന്നെ മത്സരിക്കുന്നുണ്ട്. അവിടെയൊന്നും തന്നെ ഒരു ഇളക്കവും ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക്
വരുമ്പോഴത്തേക്കും എത്രത്തോളം ഉണ്ടാകും CPI-യുടെയും ഒപ്പം തന്നെ LDF-ന്റെയും നേതാക്കൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ എത്രത്തോളം സീറ്റുകൾ എന്ന രീതിയിൽ ഒരു പ്രാഥമിക കണക്കും വിലയിരുത്തലും ഇത് CPI എക്സിക്യൂട്ടീവിൽ ഉണ്ടാകും. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനിർണായകം തന്നെയാണ്. കാരണം പല വിഷയങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്യാനുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ പോളിംഗ് ശതമാന കണക്കുകൾ വെച്ച് ഭരണമുന്നണി അധികാരത്തിൽ തുടർച്ചയുണ്ടാകാനായി എത്ര തന്നെ വലിയ രീതിയിലൊരു ശ്രമകരമായൊരു ദൗത്യം ആയിരുന്നില്ല എന്ന് തന്നെയാണ് CPM-ഉം വിലയിരുത്തുന്നത്. ഭൂരിപക്ഷം ഏറ്റവും മികച്ച ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിൽ പോലും ഭരണ തുടർച്ച എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നത്. CPM ആയാലും CPI ആയാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് തന്നെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയതാണ്. അത് വിവിധ മുന്നണികളുണ്ട്, എടുത്തു പറയേണ്ടതില്ല. പ്രത്യേകിച്ചും CPM-നകത്ത് അതൊക്കെ നല്ല പോലെ കേട്ടതാണ്. വിമതരുടെ ഭാഷ നമ്മൾ അറിഞ്ഞതാണ്. പലരും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടു കേട്ടു. അത്തരം കാര്യങ്ങൾ കൂടി ഈ നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരില്ലേ? തീർച്ചയായും ഈ നേതൃയോഗങ്ങളിൽ, കാരണം ഈ പ്രധാനമായും ഈ 23-24 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിലൊക്കെ തന്നെ ഈ പ്രചാരണ സമയത്ത് കൂടുതലും ചർച്ചയായത് ഡീൽ വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നേതൃയോഗങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ പ്രധാനമായും ഡീൽ, അതായത് ട്രയാങ്കുലർ ഫൈറ്റ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ BJP-ക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, അതിനപ്പുറത്തേക്ക് UDF-ന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ തന്നെയും ഏതെങ്കിലും രീതിയിൽ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടാകാം എന്ന രീതിയിൽ അവർ പുറത്തു പറഞ്ഞ വിവാദ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ഡീൽ എന്ന ആരോപണവും അല്ലെങ്കിൽ ഡീലിന്റെ ഒരു സാധ്യതകളൊന്നും തന്നെയും തള്ളിക്കളയുന്നില്ല ഇടതുമുന്നണി. അതുകൊണ്ട് തന്നെയും ഈ CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങളിൽ ഒരു ഏതൊക്കെ രീതിയിലൊരു ക്രോസ് വോട്ടിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അട്ടിമറിയോ അന്തർധാരയോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശദമായി ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് LDF-നെ പ്രതിരോധത്തിലാക്കിയത് ഈ SDP-യുടെ വോട്ട് ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം SDP എല്ലായിടത്തും LDF-ന് അനുകൂലമായ വോട്ട് ഉണ്ടാകും, അത് LDF-ലേക്കാണ് ഇത്തവണ വോട്ടെന്ന് പരസ്യമായ SDP-യുടെ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുമ്പോഴും അത് തള്ളിപ്പറയാൻ CPM നേതാക്കൾ തയ്യാറാകാതിരുന്നത്. അതേസമയം CPI-യിലെ തന്നെ ബിനോയ് വിശ്വം അതിനെ എതിർത്ത് പറഞ്ഞുവെങ്കിൽ പോലും CPM-ന്റെ നേതാക്കൾ ആരും തന്നെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. CPI അങ്ങോട്ട് പാർട്ടി വോട്ടുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് SDP-യോ തീവ്രമായ ബന്ധമുള്ള സംഘടനകളുടെ ഒന്നും തന്നെയും വോട്ടുകൾ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാതിരുന്നതൊക്കെ തന്നെയും ചർച്ചയായിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരം വിലയിരുത്തലുകളൊക്കെ തന്നെയും ഈ CPM-ന്റെയും CPI-യുടെയൊക്കെ തന്നെ സംസ്ഥാന നേതൃയോഗങ്ങളുണ്ടാകും. അതിനപ്പുറത്തേക്കും ഈ ഡീൽ ആരോപണം UDF വലിയ രീതിയിൽ BJP-യും CPM-ഉം തമ്മിലൊരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്ന് മണ്ഡലങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM-ന് എത്രത്തോളം അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു അത്തരം ഡീൽ ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം വിവാദ പ്രസ്താവനകൾ, നമുക്കറിയാം തെലങ്കാന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടവും പരസ്യ വിവാദവും തന്നെ ആ പരസ്യ പ്രസ്താവനകളും വിവാദ പരാമർശങ്ങളും തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഈ രീതിയിലേക്കൊക്കെ പോകണമായിരുന്നു പരസ്യ പ്രസ്താവനകളും. ശരി, അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അൺഫിൽട്ടിൽ നിന്ന് വരാൻ കാരണം ഈ ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങൾ വരുന്നുണ്ട്, അത് കാണാം. Pleased here tonight, and we really thank you for joining us, Amit. Amit Kshatriya, NASA's Associate Administrator, as we begin to hoist the crew. Getting ready to be brought aboard that helicopter from the U.S. Navy. This will be a coordination between 2 naval helicopters with one at a time, the astronauts being hoisted up. Let's go ahead and listen to NASA's Megan Cruz for a status update from the USS Mirtha on recovery efforts. Hey Rob, yeah, back on the bow of the ship here, we are seeing the helicopters circling Orion. The first one there having just completed picking up the first astronaut. Kilo 2 now, hovering just 40 feet
above the front porch, lowering a recovery specialist out of the helicopter. That person will touch down in the front porch just there. The crew members already outfitted with a harness that will allow them to quickly attach to the hoisting device. Look at the power of those blades throwing water out at the center there, the front porch, with now 3 astronauts and the recovery specialists. Again, crews already outfitted with a harness vest. And here we go. Second astronaut now off the front porch, getting hoisted into the second helicopter. ചരിത്രം കുറിച്ച ആർട്ടിമസ് 2-ലെ ദൗത്യ 4-അംഗ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ സംസ്കാരം ഇന്ന് രാവിലെ 9 മണിയോടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. തലയുടെ വലതുഭാഗത്ത് ഏറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസ്വാഭാവികത ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്കാരം 12 മണിക്ക് ഐവർമഠത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ശ്രീനന്ദയുടെ സംസ്കാരം ഐവർമഠത്തിലാണല്ലോ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? ഏതായാലും വീട്ടിലേക്ക് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കുക. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ 4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ആ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇന്നലെ ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്നും കണ്ടെത്തുന്നത്. ശ്രീനന്ദയുടെ വീട്ടുകാർ ഇത്തരത്തിൽ അതിൽ അസ്വാഭാവികതയുണ്ട്, ആരെങ്കിലും അപായപ്പെടുത്തിയതാകാമെന്ന സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു പ്രാഥമിക വിവരമനുസരിച്ച് അത്തരത്തിലുള്ള സംശയങ്ങളെ തള്ളുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാരണം ഈ മരണ കാരണം എന്ന് പറയുന്നത് തലയുടെ വലതു ഭാഗത്തേക്ക് ഗുരുതരമായ പരിക്കാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായി പറയുന്ന കാര്യം. അതുപോലെ തന്നെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്, പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും ഈ പരിക്കുകൾ ഉണ്ടായത് വീഴ്ച മൂലമാണെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സംശയങ്ങളെ നിലവിൽ തള്ളുന്ന തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാല് വഴുതി വീണതായിരിക്കാം എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് നിലവിൽ ഏതായാലും പോലീസ് ഉള്ളത്. എന്നിരുന്നാലും ഈ വീട്ടുകാരുടെ സംശയം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പോലീസ് ഏതായാലും അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ശ്രീനന്ദയെ കാണാതായത്. അതിനുശേഷം ഇത്തരത്തിൽ വീട്ടുകാരും അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും 3 ദിവസത്തോളം യാതൊരു തരത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇന്നലെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ സംസ്കാരം ഇന്ന് നടക്കും. 9 മണിയോടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. ഐവർമഠത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മറ്റു വാർത്തയിലേക്ക്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ബാലിബാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിലെത്തി. മിനാബിൻ്റെ മാലാഖമാർ എന്ന പേരിൽ മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളും ബാഗുകളും അദ്ദേഹം സഞ്ചരിച്ച പ്രത്യേക വിമാനത്തിൽ ഒരുക്കിയിരുന്നു. ഇസ്ലാമാബാദ് ചർച്ചകൾ എന്ന് പേരിട്ടിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘവും ഉടൻ പാകിസ്ഥാനിലെത്തും. അതേസമയം ഇറാനുമായുള്ള നിർണായക ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അന്താരാഷ്ട്ര കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങളൊന്നുമില്ലെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത് സമവായ ചർച്ചകൾക്ക് തയ്യാറായതുകൊണ്ടാണെന്നും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരിക്കുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ പടക്കപ്പലുകൾ സജ്ജമാണെന്നും ട്രംപിൻ്റെ ഭീഷണി.
മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. എറണാകുളം ജില്ലയിൽ എല്ലാ സീറ്റും UDF ജയിക്കുമെന്ന് DCC അധ്യക്ഷനും കൊച്ചിയിലെ സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് ഷിയാസ്. തൃപ്പൂണിത്തുറ, കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP CPM ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്ത് ധാരണയുണ്ടെങ്കിലും P രാജീവ് ഉൾപ്പെടെ പരാജയപ്പെടുമെന്ന് ഷിയാസ് അമൃത ന്യൂസിനോട് പറഞ്ഞു. DCC പ്രസിഡന്റ് ഒപ്പം തന്നെ കൊച്ചിയിലെ സ്ഥാനാർത്ഥി കൂടിയായ മുഹമ്മദ് ഷിയാസ് നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു, ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ജില്ലയിൽ 14-ൽ 14 സീറ്റും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നിരവധി നാളുകളായി ഞങ്ങൾ ആരംഭിച്ചിട്ട്, അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊക്കെ അത് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദിവസത്തെയും അവരുടെ ജീവിത പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കി. അവരെല്ലാവരും പറയുന്നത് ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. കാരണം കേരളത്തിലൊരു ഭരണ തുടർച്ച നൽകിയ ജനങ്ങൾ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു 10% പ്രവർത്തനം പോലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവരുടെ സർക്കാരുകളുടെ തുടർഭരണം കിട്ടിയതുപോലെ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ആ ദാഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ പ്രവൃത്തിയാണ് കഴിഞ്ഞ 5 വർഷക്കാലവും നടന്നത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരു സർക്കാരിനെ, ഒരു മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അവർ തീരുമാനിച്ചുറപ്പിച്ചു, ഈ ഭരണം ഇനി വേണ്ട. പ്രധാനമായും UDF ഉയർത്തിയത് ഡീൽ ആരോപണമാണ്. അതിൽ പാലക്കാട് മാത്രമല്ല, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം നമുക്ക് തൃപ്പൂണിത്തുറയാണ്. എങ്ങനെയാണ് അത്തരം ഏതെങ്കിലും ഒരു നീക്കുപോക്കുള്ളതായി കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ? BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ആ ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ കുറേ കൂടി ഊട്ടിയുറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ നിയോജക മണ്ഡലങ്ങളിൽ RSS BJPയും CPMനെ സഹായിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ്. അങ്ങനെ ഈ നീക്കുപോക്ക് അല്ലെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആരോപിക്കാൻ, അല്ലെങ്കിൽ അത്തരമൊരു അല്ലെങ്കിൽ ആരോപണം അത് അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു മണ്ഡലം കൂടി കളമശ്ശേരി കൂടിയുണ്ട്. അവിടെ രാജീവാണ് മത്സരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ മുന്നണി സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് BJP കാൻഡിഡേറ്റ് അല്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് സ്ഥാനാർത്ഥിയായി വരുന്നു. അതിനു മുമ്പ് ചന്ദ്രപിള്ള മത്സരിക്കുന്ന സമയത്ത് BJPയുടെ വോട്ട് വീതമെന്ന് പറയുന്നത് 22,000 കഴിഞ്ഞ പ്രാവശ്യം രാജീവ് മത്സരിക്കുമ്പോൾ അത് 12,000 ചുരുങ്ങി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ നമുക്കറിയാം BJPയുടെയും RSSൻ്റെയും വോട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. രാജീവ് പോലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി മുന്നേറുന്നത് ഇവരുടെ ഈ മതനിരപേക്ഷത കാപട്യമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നായിരിക്കും. ഞങ്ങൾ അതിനെ കണക്ക് കൊണ്ട് ഞങ്ങളത് പ്രൂവ് ചെയ്യാം. രാജീവിനെ ഞങ്ങൾ ആ സമയത്ത് സംസാരിക്കാം. രാജീവ് അതിനൊരു ഡിബേറ്റ് നടത്താൻ കൂടി രാജീവ് തയ്യാറാകണം. അങ്ങനെ രാജീവ് RSSും BJPയുമായി ബന്ധമുണ്ടാക്കി അവരുടെ വോട്ട് പിടിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയും വിജയിക്കാൻ കഴിയില്ല. കാരണം അവിടെ ജനങ്ങളെല്ലാവരും UDFന് അനുകൂലമായ നിലപാട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിലയിരുത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും UDFന് അനുകൂലമായി അവിടെ ചിന്തിക്കുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കിയ ഒരു DCC പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും എത്ര അധികം കൂട്ടുകെട്ടുണ്ടാക്കി RSSൻ്റെയോ BJPയുടെയോ വോട്ട് വാങ്ങിച്ചാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നുള്ള CPMന് വിജയിക്കാമെന്നുള്ള ഒരു വ്യാമോഹവും വേണ്ട. അത് ജനങ്ങളത് പൊളിക്കും. അപ്പോൾ പരസ്യമായിട്ടാണ് ഇവരെല്ലാവരും BJPയും RSSുമായി കൂടുന്നത്. എന്നിട്ട് ഇവർ ആരെയാണ് തെറി വിളിക്കുന്നത്? ഇവർ തെറി വിളിക്കുന്നത് പ്രതിപക്ഷത്തെയാണ് ഇവർ തെറി വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ RSSനും BJPക്കും എതിരായി പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസ്സാണ്. കേരളത്തിൽ അത് പോരാട്ടം നടത്തുന്നത് ഞങ്ങളാണ്. ഇവിടെ RSSുമായി ഒരു ഭാഗത്തും മറുഭാഗത്ത് PDPയുമായും SDPIയുമായും ഒക്കെ ചെങ്ങാത്തം പുലർത്തുന്ന ഏറ്റവും ഈ വർഗീയത ആളിക്കത്തിച്ച് അതിനകത്ത് നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നുള്ള രീതിയിൽ നമ്മുടെ മതനിരപേക്ഷതയെ, സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുന്ന യഥാർത്ഥത്തിൽ RSSനേക്കാൾ വലിയ അപകടകാരിയാണ് കേരളത്തിലെ ഇന്നത്തെ CPMൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനെ പോലെയുള്ള ആളുകളെന്ന് പറയുന്നത് RSSനേക്കാൾ വലിയ അപകടകാരികളാണ്. നമ്മൾ ഇവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. RSSൻ്റെ നാവിനേക്കാൾ കൂടുതൽ വർഗീയത പടർത്തുന്ന, RSSനേക്കാൾ കൂടുതൽ വിദ്വേഷം പരത്തുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്നത് കേരളത്തിലെ CPMമാണ്, പിണറായി വിജയനാണ്, ഇടതുപക്ഷമാണ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളെക്കുറിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് അതാണ്. അതിൻ്റെ എല്ലാം
പ്രതിഫലനമായിരിക്കും, ജനാധിപത്യ മതനിരപേക്ഷതയുടെ പ്രതിഫലനമായിരിക്കും കേരളം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നത്. എന്തായാലും വളരെയധികം നന്ദി. പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. ഇതാണ് മുഹമ്മദ് ഷിയാസിന് പറയാനുള്ളത്. കാരണം കേരളത്തിൽ, അതായത് മധ്യ കേരളത്തിൽ നേരത്തെ നേരിയൊരു നേട്ടം LDF ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം തന്നെ മറികടക്കും വലിയ നേട്ടം ഇത്തവണ UDF ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ഭരണത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ P ശശികാന്തിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. വീണ്ടും ഒരു മത്സരത്തിന് ഇല്ലെന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ. 16,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും വിജയിക്കും. 10 വർഷത്തിന് ശേഷം പാലായിൽ നിന്നും വീണ്ടും ഒരു മന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാപ്പൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്താകെ പോളിംഗ് ശതമാനം ഉയർന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാലായിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ നമ്മോടൊപ്പമുണ്ട്. പാലായിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് 2021 അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ കാണുന്നത്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? മുൻപ് ഒരു ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു, ഇനി അതിലും മുകളിലേക്ക് പോകുക. കണക്കെടുപ്പുകളൊക്കെ എന്തോരെയായി? അല്ല, ചെറിയ ഒരു വ്യത്യാസം ഇവിടെ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 74.8 ഒന്നുണ്ടായിരുന്നു, ഇപ്പം 75.2 പറഞ്ഞത്. ആ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതൊരു 1,33,000 വോട്ട് പോളിയുമായിരിക്കും. ഈ അവസാനത്തെ 2-3 ദിവസമൊക്കെ ആയപ്പോഴേക്കും മാണി സി കാപ്പൻ വിട്ടു നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണം UDF പ്രവർത്തകർ ഇന്നലെ ബൂത്തുകളിലൊന്നും എത്തിയില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ ചില ക്യാമ്പുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഞങ്ങൾക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് വരെ കൊണ്ടൊന്നും ഇരുത്തേണ്ടി വന്നിട്ടില്ല. അത് ഇരുത്തിയ ആളുകൾ തന്നെ ഇത് പറഞ്ഞത്. സ്വാഭാവികമായും ബൂത്ത് കെട്ടിയിട്ട് അവിടെ നിൽക്കുമ്പം അസാധ്യമായ വെയിലും ചൂടുള്ളപ്പോൾ പ്രവർത്തകർ അങ്ങോട്ടും മാറി നിൽക്കും. ഈ ബൂത്ത് കെട്ടലും ഇതൊക്കെ ആർഭാട സത്യത്തിൽ. ഇപ്പം BLOമാർ വീട്ടിൽ കൊണ്ട് സ്ലിപ്പ് കൊടുക്കുന്നുണ്ട്, അത് മതി ധാരാളം. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ടാവണം. ഇപ്പോൾ മാണി സാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് മാണി സി കാപ്പനും മാണി സാറും തമ്മിലുള്ള പോരാട്ടം പലതവണ പാല കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2 തവണ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ ഈ പോരാട്ടം കൂടുതൽ വ്യക്തിപരമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, മാണി സാറുമായിട്ട് ഞാൻ പോരാടിയിരുന്നു. അദ്ദേഹവും മാന്യത കാണിച്ചു, നമ്മളും മാന്യത കാണിച്ചിട്ടുണ്ട്. അത് 3 ഇലക്ഷനിലും ഞാൻ പരാജയപ്പെട്ടു. അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുള്ള എന്ത് പരിപാടികളിലും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ പോയിട്ടില്ല. എല്ലായിടത്തും സഹായകരമായൊരു നിലപാട് എടുത്തിട്ടുള്ളൂ. നല്ലതാണെന്ന് തന്നെ പറയും, മോശമാണെങ്കിൽ മിണ്ടത്തുമില്ല. ഇവിടെ അതല്ലായിരുന്നു. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വിഘാതം സൃഷ്ടിക്കാൻ ശ്രമിച്ചാണ് ജോസ് കെ മാണി. അത് അതേ സെൻസ് തന്നെ ഞാൻ പറയാം, തെറ്റാണ് ചെയ്തത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് പണിതിട്ട് അപ്രോച്ചോടില്ലാത്ത പാലം പോലും തീർക്കാൻ നോക്കിയിട്ട് അതുപോലും സമ്മതിച്ചിട്ടില്ല. ഈ BJPയും പ്രചരണ രംഗത്ത് അല്ലെങ്കിൽ പോരാട്ട രംഗത്ത് വളരെ ശക്തമായി തന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ജോസ് കെ മാണിയുടെ ഭാഗത്ത് തന്നെ. BJP എന്നെ ഒന്നും ആക്രമിച്ചിട്ടില്ല, ഞാനും അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. പിന്നെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞാൽ ചില കടി ഞാനും കൊടുത്തിട്ടുണ്ട്. മുൻപ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാണി സി കാപ്പൻ ജയിച്ചു വരും, പാലായിക്ക് വീണ്ടും ഒരു മന്ത്രി ഉണ്ടാകും. 10 വർഷത്തിന് ശേഷം വീണ്ടും പാലായിൽ ഒരു മന്ത്രിയെ വീണ്ടും പ്രതീക്ഷിക്കാമോ? അവർ രണ്ടുപേരും പറഞ്ഞായിരുന്നു. പ്രതിപക്ഷ നേതാവും പറഞ്ഞു, രമേശ് ചെന്നിത്തല വന്നപ്പോഴും പറഞ്ഞു. സ്വാഭാവികമായി ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അർഹതപ്പെട്ടാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇത് അവസാനത്തെ മത്സരമാണെന്ന്. അങ്ങനെ തന്നെയാണോ? അതിൽ മാറ്റം ഉണ്ടാകുമോ? ഇപ്പോഴും ഞാൻ തീർത്ത് പറയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം 2031 ഞാൻ ഇനി ഒരു മത്സരത്തിനില്ല. അപ്പോൾ അത് പ്രവർത്തനത്തിനുണ്ടാകും, പക്ഷേ ഇലക്ഷന് മത്സരിക്കാനില്ല, എനിക്കത് വേണ്ടതായിരുന്നു. തീർച്ചയായും. അപ്പോൾ മുൻപ് തന്നെ മാണി സി കാപ്പൻ പറഞ്ഞിരുന്നതാണ് ഇവിടെ മത്സരിച്ച് റെക്കോർഡ് ഇടാനില്ല, ഇത്തവണത്തെ മത്സരം കൊണ്ട് പാലായിൽ നിന്നുള്ള ഈ മത്സരം അവസാനിപ്പിക്കുകയാണ് എന്ന് മാണി സി കാപ്പൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഏതായാലും വിജയിച്ച് വരികയാണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മുൻപ് UDFൻ്റെ നേതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ 10 വർഷത്തിന് ശേഷം വീണ്ടും പാലായിൽ നിന്നും ഒരു മന്ത്രിയെ വീണ്ടും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് അദ്ദേഹവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പാലായിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് മെഡിസിനിൽ ബിരുദദാന ചടങ്ങ് നടന്നു. 2020 ബാച്ചിലെ 95 വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ബിരുദം നേടി. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൂടുതൽ അറിവ് നേടുമ്പോഴാണ് മുന്നിലുള്ള അജ്ഞതയുടെ ആഴം നമുക്ക് മനസ്സിലാകുകയെന്നും എല്ലാവരിലും വിശ്വാസവും സ്നേഹവും പുലർത്താൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നും സ്വാമിജി പറഞ്ഞു. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ A. ആനന്ദ് കുമാർ അധ്യക്ഷത വഹിച്ചു. അമൃത വിശ്വവിദ്യാപീഠം പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ MGK പിള്ള, ഡോക്ടർ
UK രാമകൃഷ്ണൻ, ഡോക്ടർ ശോഭ S, ഡോക്ടർ സജിത കൃഷ്ണൻ, ഡോക്ടർ പ്രിയ നായർ, ഡോക്ടർ പ്രിൻസി L പാലാട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. മലയാളികളുടെ വിഷുക്കാലത്തെ വരവേൽക്കാൻ കണിവെള്ളരിപ്പാടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 5 വർഷത്തിലധികമായി എല്ലാ വിഷുക്കാലത്തും കണിവെള്ളരി കൃഷി ഒരുക്കുന്ന ഗ്രാമമുണ്ട് കോഴിക്കോട് പെരുവയലിൽ. വിദേശത്തേക്ക് ഉൾപ്പെടെ കണിവെള്ളരി കയറ്റി എത്തിക്കുന്ന കിഴക്കുംപാടത്തെ കണിവെള്ളരി വിശേഷങ്ങൾ നോക്കാം. പെരുവയൽ പഞ്ചായത്തിലെ കിഴക്കുംപാടത്തെ തരിശുഭൂമിയിൽ ഫെബ്രുവരി മുതൽ കണിവെള്ളരി കൃഷിക്കായി ഒരുക്കം തുടങ്ങും. കഴിഞ്ഞ 5 വർഷമായി കണിവെള്ളരി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് മനോഹരൻ ചന്ദനംപറമ്പത്ത്, ബാലകൃഷ്ണൻ ചെമ്പായി, പ്രകാശൻ കാങ്ങോശ്ശേരി, ശിവദാസൻ മനത്തനത്ത് എന്നിവരടങ്ങിയ 5 അംഗ കർഷക സംഘം. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കയ്യും മെയ്യും മറന്ന് വിളയിച്ച കണിവെള്ളരി വിളവെടുത്ത് കച്ചവടമാക്കും വരെ നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത്. ഇത്തവണ അത് യുദ്ധത്തിന്റെ രൂപത്തിലും മഴയുടെ രൂപത്തിലും ചില്ലറ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഈ വർഷം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് നല്ലോണം കേടായി പോകുന്നുണ്ട്, കെട്ടുപോവുക, പിന്നെ കായ കുറവായിരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വർഷങ്ങളായി കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് കിഴക്കുംപാടത്തുള്ളത്. ഒരു കാലത്ത് നെല്ല് കൃഷി ചെയ്തവർ പിൽക്കാലത്ത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വാഴയും ചേനയും തുടങ്ങി എല്ലാ കൃഷിയും ഏറ്റെടുത്തു. കണിവെള്ളരി സീസൺ കൃഷിയായാലും വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കുന്നതിൽ ലാഭമുണ്ട്. എന്നാൽ അവിടെയും ഇടനിലക്കാർ കർഷകരെ ചൂഷണം ചെയ്യുന്നത് പതിവാണ്. കർഷകർക്ക് യാതൊന്നും കിട്ടാറില്ല. കർഷകർ അധ്വാനിക്കാനും ഇടനിലക്കാർ ലാഭം കൊയ്യാനാണ് ഉണ്ടാവാറ്. അവർക്ക് വമ്പിച്ച ലാഭവും ഞങ്ങൾക്ക് പിന്നെ നഷ്ടമില്ലെങ്കിൽ ഞങ്ങൾക്ക് നയിച്ചാലുള്ള കിട്ടാല്ലാണ്ട് അതിലങ്ങപ്പുറം കിട്ടില്ല. അധ്വാനിക്കുന്നുള്ള ഇത് കിട്ടുകയുള്ളൂ. ബാക്കി മുഴുവൻ ഇടത്തട്ടുകാർക്കാണ് ഇതിൽ ലാഭം മുഴുവനുള്ളത്. എങ്കിലും വിഷുക്കാലം ഇവർക്ക് പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഇത് ഇവർക്ക് വെറും ഒരു കൃഷി മാത്രമല്ല, ഇവരുടെ ജീവിത മാർഗം കൂടിയാണ്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിലുണ്ടായത്. ഏതാണ്ട് 5.86% നേട്ടം മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായപ്പോൾ രണ്ടാം തര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിൽ തന്നെ നേട്ടം ആവർത്തിച്ചു. ഒരു ദിവസം നഷ്ടത്തിലായിരുന്നെങ്കിൽ കൂടിയും രണ്ടാം തര ചെറുകിട ഓഹരികളിലെ പ്രബലമായ നിക്ഷേപ താല്പര്യം വിപണി മുന്നോട്ട് തന്നെയാണ് എന്നുള്ള സൂചന നൽകുകയും ചെയ്തു. 24,500 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഇനി പ്രധാനം. ആ ഒരു നിലവാരം കൂടി മറികടന്ന വ്യാപാരം നടക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അതും വിപണിയുടെ സ്ഥായിയായ മുന്നേറ്റത്തിന് പ്രേരകമാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരാമെങ്കിലും വലിയ തോതിലുള്ള കയറ്റിറക്കം വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് 24,500 പ്രധാനമാവുമ്പോൾ തന്നെ നിഫ്റ്റി ബാങ്കിംഗ് സൂചിയയ്ക്ക് 57,000 എന്ന നിലവാരവും പ്രധാനമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. വെടിനിർത്തലുണ്ടാക്കിയിട്ടുള്ള അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. വരും ദിവസങ്ങളിലും ആഗോള സാഹചര്യങ്ങളും പ്രത്യേകിച്ചും യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ശരി, ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ നോക്കാം. IPLൽ വൈഭവ് സൂര്യവംശിയുടെയും ധ്രുവ് ജുറേലിൻ്റെയും മിന്നൽ അർദ്ധ സെഞ്ചുറി മികവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 6 വിക്കറ്റിന് കീഴടക്കി രാജസ്ഥാൻ റോയൽസ്. തുടരെ 4ാം വിജയമാണ് ലീഗിൽ മുന്നിലുള്ള രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 20 ഓവറിൽ 201 റൺസ് നേടിയപ്പോൾ രാജസ്ഥാൻ 18 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തു. 7 6ഉം 8 4ഉം അടങ്ങിയതായിരുന്നു രാജസ്ഥാൻ ഓപ്പണറുടെ ഇന്നിംഗ്സ്. സീസണിൽ 2ാം തവണയും 15 പന്തിലാണ് വൈഭവ് സൂര്യവംശി 50 തികച്ചത്. ഇന്ന് IPLൽ ആവേശകരമായ 2 മത്സരങ്ങളാണ് നടക്കുക. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. തുടർന്ന് രാത്രി 7:30 ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടും.